അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖാദി അയ്യാദ് റഹിമഹുല്ലാ അവരുടെ കിതാബ് ഷിഫ പഠന പരമ്പരയിൽ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കിതാബ് ഷിഫ 4 ഖിസ്മുകളിലായിട്ടാണ് മഹാനവറുകൾ രചന നിർവഹിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഖിസ്മിലെ ഒന്നാമത്തെ ബാബ് ഫി തഅളീമില്ലാഹി അൽ അലിയ്യൽ അഅല ലിഖദ്രി നബിയിൽ മുസ്തഫ ഖൗലൻ വഫിഅല എന്നാണ് അദ്ദേഹം ശീർഷകം തന്നെ നൽകിയിരിക്കുന്നത്. അഥവാ അലിയും അലായുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖദറിന് ഖൗലിലും ഫിഅലിലും കൊടുത്ത സ്ഥാനവും മഹത്വവും. പരിശുദ്ധ ഖുർആനിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിരിക്കുന്ന അനേകം കാര്യങ്ങൾ പല മഖാമുകളിലായി, പല മുനാസബത്തുകളിലായി, പല സാഹചര്യങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ആയാത്തുകൾ, ആ ആയാത്തുകളിലൂടെ ഒരു ഓട്ടപ്രദർശനം അല്ലെങ്കിൽ ആയാത്തുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം എന്താണ് അള്ളാഹുവിങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആ അളീമായ മക്കാനത്ത്, ആ അത്യുന്നതമായ പദവി എന്ന്. ചില ആയത്തുകളിലൂടെ ഏതാണ്ട് ഒരു 50 ആയത്തുകളാണ് നമ്മൾ ഈ പഠന ഭാഗമായിട്ട് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. ഈ ആയത്തുകളിലൂടെ അള്ളാഹു അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര കണ്ട് അത്യുന്നതമായ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് എന്ന ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. സൂറത്തു തൗബയിലെ 128-ാമത്തെ ആയത്ത് നബിതങ്ങളെ അള്ളാഹു ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, പരിചയപ്പെടുത്തി തരികയാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും ഇലാ ആഖിറിൽ ആയ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി തരിക. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. എന്നൊരു വിശേഷണങ്ങൾ പറയാം. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസപ്പെടുന്നത് പോലും അവർക്ക് സഹിക്കാൻ മേല. മനുഷ്യർക്ക്, ഉമ്മത്തികൾക്ക് പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് സഹിക്കാൻ കഴിയാത്ത അത്ര നിങ്ങളോട് സ്നേഹമുള്ള ഒരു ദൂതൻ, നിങ്ങളോട് കരുതലുള്ള ഒരു ദൂതർ, നിങ്ങളെക്കുറിച്ച് അത്രയും പിരിശമുള്ള ഒരു ദൂതർ, അവരാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് ഹെർസുള്ള, നിങ്ങളുടെ കാര്യത്തിൽ അത്രയും ഉത്കടമായ സ്നേഹവും കരുതലുമുള്ളവർ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ശ്രദ്ധേയമായൊരു കാര്യം, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ് റഊഫും റഹീമും ഒക്കെ. അപ്പോൾ അള്ളാഹു തആല അവൻ്റെ നാമങ്ങളിൽപ്പെട്ട റഊഫും റഹീമും അവൻ്റെ ഹബീബിന് ചേർത്തി കൊടുക്കുകയാണ്. ഇനി ആല ഇമ്രാൻ 164-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നത് നോക്കൂ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. സൂറത്തുൽ ജുമുഅ 2-ാമത്തെ ആയത്തിലും അല്ലാഹു പറയുന്നത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ജനങ്ങളെല്ലാവരും, മർത്യകുലം, മനുഷ്യരാശി എല്ലാവരും അന്ധതയിലും അന്ധകാരത്തിലും വിവരക്കേടിലും മാർഗഭ്രംശത്തിലുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ സമുദ്ധരിക്കാൻ, അവരെ നേരെയാക്കാൻ, അവർക്ക് കിതാബും ഇൽമും ഹിക്മത്തും പറഞ്ഞു കൊടുക്കാൻ, അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നിയോഗിച്ചവർ അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു ചെയ്ത വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് പറഞ്ഞത്. സൂറത്തു ആല ഇമ്രാൻ 164-ാമത്തെ ആയത്തിൽ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അള്ളാഹുവിൻ്റെ മിന്നത്താണ്, അള്ളാഹു എടുത്തു പറയുന്ന ഒരു ഗുണമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രപിതാക്കളുടെ മഹത്വം,
അവിടുത്തെ വംശപരമ്പരയുടെ പരിശുദ്ധി പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല സൂറത്തു ശുആറയിൽ 219 പറയാണ് വതഖല്ലുബക ഫിസ്സാജിദീൻ. ആ ഒരു ഭാഗം മാത്രം, വതഖല്ലുബക ഫിസ്സാജിദീൻ. وتقلبك في الساجدين. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാജിദീങ്ങളിൽ സുജൂദ് ചെയ്യുന്നവരിലായിട്ടുള്ള തഖല്ലുബ്. ഒരുപാട് തഫ്സീറുകളുണ്ട്, പല വിധങ്ങളായ തഫ്സീറുകൾ വ്യാഖ്യാനങ്ങളിൽ ഈ പരിശുദ്ധ വചനത്തിനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു തഫ്സീർ സാജിദീങ്ങളിലുള്ള തഖല്ലുബ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് അതിങ്ങനെ സാജിദീങ്ങളിൽ നിന്ന് സാജിദീങ്ങളിലേക്ക്, അഥവാ നബി തങ്ങളുടെ മാതാപിതാക്കളുടെ പേരുകളെടുത്ത് പരിശോധിച്ചാൽ അങ്ങോളം തങ്ങളുടെ ജന്മം വരെയുള്ളവരെ പരിശോധിച്ചാൽ അവരിൽ ആരും കുഫറോ ഷിർക്കോ സിഫാഹോ സിനയോ, അതായത് വഴികേടോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ദുർമാർഗം ദുർവൃത്തി അവരുടെയൊന്നും ജീവിതങ്ങളില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ആരുടെയും ആ ട്രാക്ക് റെക്കോർഡ് നീറ്റായ വളരെ പരിശുദ്ധമായ ആ റെക്കോർഡ് അല്ലെങ്കിൽ അവരുടെ ആ പരിശുദ്ധി പവിത്രത അതിനെ കളങ്കപ്പെടുത്തുന്ന ഒരു വിധത്തിലുള്ള മാലിന്യവും തീണ്ടാത്ത പരിശുദ്ധരായ പരിശുദ്ധാത്മാക്കളായവരിലൂടെ വതഖല്ലുബക ഫിസ്സാജിദീൻ, സാജിദീങ്ങളിലായിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തഖല്ലുബ് എന്ന്. സൂറത്തുൻ നിസായിൽ അല്ലാഹു തആല 80-ാമത്തെ ആയത്തിൽ പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചാൽ അവർ അള്ളാഹനെ അനുസരിച്ചവരായി. മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. من يطع الرسول فقد أطاع الله. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല പറഞ്ഞത് മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും അനുസരിച്ചാൽ അവൻ അള്ളാഹനെ അനുസരിച്ചവനായി. അപ്പോൾ അതിൻ്റെ ആ ഈക്വലൈസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് തുല്യമാക്കുകയല്ല, അള്ളാഹ് തന്നെ പറയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയാം സൂറത്തുൻ നിസായിൽ 9-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചവൻ ആരോ അംഗീകരിച്ചവൻ ആരോ അംഗീകരിച്ചു കഴിഞ്ഞാൽ അനുസരിച്ച് കഴിഞ്ഞാൽ ഫഖദ് അതാഅ അല്ലാഹ്, അവൻ അള്ളാഹിനെ അംഗീകരിച്ചു കഴിഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാലോകർക്കൊക്കെയും കാരുണ്യമായിട്ട് വന്നവരാണ്, റഹ്മത്തുൽ ആലമീനാണ് എന്നാണ് സൂറത്തുൽ അംബിയായിലെ 107-ാമത്തെ ആയത്ത്. وما أرسلناك إلا رحمة للعالمين. ഈ വിശുദ്ധ വചനത്തിലെ ആലമീൻ എന്ന പദത്തിൻ്റെ അർത്ഥം വിവരിച്ചുകൊണ്ട് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, അൽ ആലമീൻ എന്ന് പറഞ്ഞാൽ കുല്ലു മാസിവൽ ബാരി തആല, അള്ളാഹു അല്ലാത്തതൊക്കെ ആലമീൻ്റെ പരിധിയിൽപ്പെടും. അപ്പോൾ ജിന്ന് ഇൻസ് മനുഷ്യഭൂതവർഗ്ഗങ്ങൾ എന്ന് മാത്രമല്ല മലായികത്ത് ആരൊക്കെയുണ്ടോ ഏതൊക്കെയുണ്ടോ അതുപോലെ എന്ന് മാത്രമല്ല ഈ കണ്ടു കാണപ്പെട്ട സൃഷ്ടിജാലങ്ങൾ, ഈ 7-14 ലോകങ്ങളിലുമുള്ള സൃഷ്ടിജാലങ്ങൾ, ജീവനുള്ളത് ജീവനില്ലാത്തത്, സചേതനങ്ങളും അചേതനങ്ങളും, ജമാദാത്തും ഹയവാനാത്തും പ്രകൃതിയും പരിസ്ഥിതിയും എല്ലാം അള്ളാഹു അല്ലാത്തത് എന്തെന്തോ ഒക്കെ ആലമീൻ, ആ ആലമീനൊക്കെ റഹ്മത്താണ്. ഇവിടെ ഒരു ഹദീസ് മഹാനായ ഖാദി ഇയാൾ തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, ഫഖിയാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ജിബ്രീൽ അലൈഹിസ്സലാം ഹൽ അസാബക മിൻ ഹാദിഹി റഹ്മത്തി ഷൈ. നബി തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, അല്ലയോ ജിബ്രീൽ അലൈഹിസ്സലാം, അങ്ങക്ക് ഈ റഹ്മത്തിൽ നിന്ന് വല്ല വാഹവും കിട്ടിയിട്ടുണ്ടോ? ആലമീങ്ങൾക്കൊക്കെ ഞാൻ റഹ്മത്താണെന്നാണല്ലോ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്. അങ്ങക്ക് എന്താണ് ആ റഹ്മത്തിൻ്റെ ഒരു അനുഗ്രഹം, അതല്ലെങ്കിൽ അങ്ങയുടെ പങ്ക് എന്താണ് റഹ്മത്തിൽ നിന്ന് കിട്ടിയത്? അവിടെ നിന്ന് പറയാം ഖാല നഅം, അതേ നബി തങ്ങളെ അങ്ങയുടെ റഹ്മത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താ? കുന്തു അഖ്ഷ അൽ ആഖിബ, എനിക്ക് എൻ്റെ ആഖിബത്തിൻ്റെ കാര്യത്തിൽ ബേജാറുണ്ടായിരുന്നു. എൻ്റെ ആഖിബത്ത് എന്താകും, എൻ്റെ പര്യവസാനം എന്താകും എന്നെനിക്ക് ഭയം ഉണ്ടായിരുന്നു. ഫ അമിൻതു, എനിക്ക് പിന്നീട് ആ നിർഭയത്വം തോന്നി, ആ ഖൗഫ് എൻ്റെ ഭയം നീങ്ങിയത് എൻ്റെ ആഖിബത്ത് സെക്യൂർഡാണ്, അതിൽ പേടിക്കേണ്ടതില്ല എന്ന ഒരു നിർഭയത്വം എനിക്ക് തോന്നിയത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞപ്പോഴാണ്. ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ, ذي قوة عند ذي العرش مكين مطاع ثم أمين. സൂറത്തു തക്വീറിലെ 20-21 ആയത്തുകളാണ് എൻ്റെ ജലീസ് ഡോക്ടർ മുഹമ്മദ് ഹസൻ ഹംസ ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ മുതാഇൻ thumma അമീൻ. അമീൻ അംനാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അമീനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആഖിബത്തിനെ കുറിച്ചുള്ള അമ്ന് കിട്ടി എന്ന് ഈ ആയത്തിറങ്ങിയപ്പോഴാണ് അങ്ങയുടെ റഹ്മത്തിൽ നിന്നുള്ള ആ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗം എനിക്ക് കിട്ടിയത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അഭിവാദ്യം അല്ലാഹു തആല അർപ്പിക്കുന്നുണ്ട്. അസ്ഹാബുൽ യമീൻ്റെ മുഴുവനും അഭിവാദ്യം അങ്ങക്ക്. സൂറത്തുൽ വാഖിഅ 91-ാമത്തെ ആയത്ത്, ഫസലാമുൻ ലക فسلام لك من أصحاب اليمين. അസ്ഹാബുൽ യമീനിൽ നിന്ന് അങ്ങേക്കു സലാം.
അവിടെ വ്യാഖ്യാനങ്ങൾ പലതുണ്ട്. അസ്ഹാബുൽ യമീനിൽ നിന്ന് അങ്ങേക്കു സലാം എന്ന്, ഫസലാമും ബിക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങ് കാരണത്താൽ അസ്ഹാബുൽ യമീനിനു സലാം. അർത്ഥങ്ങൾ വ്യാഖ്യാനങ്ങൾ പലതാണെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല അഭിവാദ്യമർപ്പിക്കുന്നതിൻ്റെ ഒരു ഭംഗിയാണ് ഈ ആയത്തിൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ മാഇദ 15-ാമത്തെ ആയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നൂർ എന്ന് വിശേഷിപ്പിക്കുന്നു, പ്രകാശം എന്ന് വിശേഷിപ്പിക്കുന്നു. അവിടെ ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ قد جاءكم من الله نور وكتاب مبين. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വന്നണഞ്ഞിരിക്കുന്നു നൂറുൻ. ആ നൂറ് കൊണ്ട് വൽ മുറാദു ബിൻ നൂർ ഫിൽ ആയ, അത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കിതാബും മുബീൻ എന്ന് പറയുന്നത് വ്യക്തമായ ഗ്രന്ഥം ഖുർആൻ തന്നെ. ആ കിതാബും മുബീൻ എന്ന് പറയുന്നതിന് മുമ്പ് അള്ളാഹു തആല പറഞ്ഞിരിക്കുന്ന നൂർ, അന്നൂർ ഹുവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഖാദി ഇയാദ് ആയത്ത് ഉദ്ധരിച്ചതിൻ്റെ വ്യാഖ്യാനം പറയാം. അതുപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിലെ 45-46 ആയത്തുകളിലൂടെ പുണ്യനബിയുടെ വിശേഷണങ്ങളാണ്, പല തലങ്ങളാണ് നബി തങ്ങളുടെ ശഖ്സിയത്തിൻ്റെ ആ റിസാലത്തിൻ്റെ പല തലങ്ങളിൽ നിന്നുകൊണ്ട് അള്ളാഹു തആല പരിചയപ്പെടുത്തുക. ഇന്ന അർസൽനാക ഷാഹിദ വ മുബശ്ശിറൻ വ നദീറ ഇലാ ആഖിരിൽ ആയ. إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. അങ്ങ് സാക്ഷിയാണ്, മുബശ്ശിറാണ്, നദീറാണ്. സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? ഷഹാദത്ത്, വിറ്റ്നസ്. നബിതങ്ങൾ സാക്ഷിയാണ്, എല്ലാ സത്യങ്ങളുടെയും സാക്ഷി. സത്യങ്ങളായ സത്യങ്ങളുടെ മുഴുവനും സാക്ഷി. സ്വർഗത്തിന് സാക്ഷി, നരകത്തിനു സാക്ഷി. എന്തിനേറെ സത്യങ്ങളുടെ സത്യമായ അള്ളാഹു എന്ന പരമസത്യത്തിനും നബിതങ്ങൾ സാക്ഷി. ലോകത്ത് മറ്റൊരാൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത സവിശേഷതയാണ്. അള്ളാഹനെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? റബ്ബി അരിനി അൻദുർ ഇലൈക, മൂസ നബിയുടെ ആഗ്രഹം ഖുർആൻ പറയുന്നുണ്ട്. റബ്ബി അരിനി അൻദുർ ഇലൈക എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് ഖുർആനിലുണ്ട്. അള്ളാഹുവേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, നിന്നെ കാണിക്കണം എന്ന് മൂസ നബി പറയാം. അപ്പോൾ അള്ളാഹു തആല പറയുന്നത് ലൻ തറാനി, കാണാൻ കഴിയൂല, അങ്ങക്ക് കാണാൻ കഴിയൂല. പിന്നെ അള്ളാഹു പറയുന്നുണ്ട് ഉൻദുർ ഇലൽ ജബൽ, അല്ലേ, പർവ്വതത്തിലേക്ക് നോക്കൂ. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്ക വഖറ മൂസ സൈഖ. ആ പർവ്വതത്തിൻ്റെ മുകളിൽ അള്ളാഹു തആലാന്റെ നൂറ് തജല്ലി ഉണ്ടാകുമ്പോൾ ആ പർവ്വതം കിടിലം കൊണ്ട് തകർന്നു പോവുകയാണ്. പിടിച്ചു നിൽക്കാൻ മൂസ നബിക്ക് കഴിയുന്നില്ല. ബോധരഹിതനായിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീഴുകയാണ്. വഖറ മൂസ സൈഖ. ولما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك قال لن تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. വലിയൊരു ചരിത്രത്തിലേക്കുള്ള സൂചനയാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത്. അല്ലാഹു തആലാനെ കാണാനുള്ള ആഗ്രഹം, റബ്ബിനെ കാണാനുള്ള ആഗ്രഹം മൂസ നബിക്ക് ഉണ്ടാവുകയാണ്. റബ്ബി അരിനി അൻദുറിലേക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ ലൻ തറാനി, കാണാൻ കഴിയൂല എന്ന് പറഞ്ഞ് അള്ളാഹു തആല ഒരു പരീക്ഷണം, ഒരു എക്സ്പെരിമെൻറ്റിന് തയ്യാറാക്കുകയാണ് കലീമുല്ലാഹി മൂസാ നബിയെ. നിങ്ങൾ ആ മലമുകളിലേക്ക് നോക്കൂ, എൻ്റെ നൂറ് അവിടെ തജല്ലിയാവാൻ പോവുകയാണ്. അത് ആ മല അവിടെ ഫൈനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ മല അവിടെ സ്റ്റാബിളായിട്ട് നിൽക്കുന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാം. അങ്ങനെ ആ നൂറ് തജല്ലി സംഭവിക്കുമ്പോഴെന്താ ഉള്ളത്? മല സ്റ്റാബിളായി നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, മല ജഅലഹു ദക്ക വഖറ മൂസ സൈഖ, അത് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് മലക്ക് താങ്ങാൻ കഴിയുന്നില്ല. റബ്ബിൻ്റെ നൂറ് തജല്ലി അത് കണ്ടു നിൽക്കാനുള്ള കെൽപ്പ് മൂസാ നബി അലൈഹി സ്വലാമിനും ഉണ്ടാകുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാം ബോധരഹിതനായി വീഴുക. ഫലമ്മാ അഫാഖ, പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന് ആ ബോധത്തിൽ നിന്ന്, ബോധരാഹിത്യത്തിൽ നിന്ന് ബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ, അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ സുബ്ഹാനക തുബ്തു, ഞാൻ തൗബ ചെയ്തു പടച്ചോനെ, വിവരക്കേടായി ചോദിച്ചു പോയത്, നിന്നെ കാണണമെന്ന എൻ്റെ ആഗ്രഹം എനിക്ക് വിവരക്കേടായി എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പശ്ചാത്തപിക്കുന്ന ഭാഗം ഖുർആനുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഫമാസാഗൽ ബസറു വമാ തഗാ തുടങ്ങിയുള്ള ആയത്തുകളിലൂടെ, വലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര ആയത്തുകളിലൂടെ അല്ലാഹു തആല ഇസ്രാ മിഅറാജിൻ്റെ ആ
സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്ന ഒരുപാട് ആയത്തുകളിലൂടെ ഇൻഷാ അല്ലാഹ് വഴിയെ നമ്മളത് കാണും. അവിടെയൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സൈഗോ അല്ലെങ്കിൽ ഒരു മാർഗഭ്രംശമോ കണ്ണിനോ കാഴ്ചക്കോ മനസ്സിനോ ആത്മാവിനോ ദേഹത്തിനോ ദേഹിക്കോ ഒരു ചാഞ്ചാട്ടമോ പോലും ഇല്ലാതെ സ്റ്റാബിളായിട്ട് നിന്നു. ഷാഹിദ സാക്ഷിയാണ്, എല്ലാ യാഥാർത്ഥ്യങ്ങളുടെയും സാക്ഷിയാണ്. മുബശ്ശിറ സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ്, വനദീറ താക്കീതുകാരനാണ്, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ റബ്ബിൻ്റെ ഇതിനാൽ സമ്മതത്താൽ അള്ളാഹുവിലേക്ക് വിളിക്കുന്നവരും വെട്ടിത്തിളങ്ങുന്ന പ്രോജ്വലിക്കുന്ന വിളക്കുമാണ്, സിറാജും മുനീറുമാണ് സൂറത്തുൽ അഹ്സാബ്. അതുപോലെ തന്നെ സൂറത്തുൽ ഷറഹ് ഉടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമാണ്. അലം നശ്റഹ് ലക സദ്റക. بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. മഹാനായ ഖാദി ഇയാൾ തങ്ങൾ ഈ ആയത്തുകളിലെ വറഫഅനാ ലക ദിക്റക് എന്ന ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറയാം, ഖാല യഹ്യ ഇബ്നു ആദം ബിൻ നുബുവ്വ, നബി തങ്ങളുടെ ദിക്റിനെ അല്ലാഹു തആല ഉയർത്തി എന്ന് പറഞ്ഞാൽ നുബുവത്ത് കൊണ്ട് എന്നർത്ഥം. വഖീല ഇദാ ദുകിറല്ലാഹു ദുകിറ മഅഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു തഫ്സീർ ഖാദി ഇയാൾ തങ്ങൾ ഉദ്ധരിക്കുകയാണ്, അള്ളാഹുവിനെ പറഞ്ഞാലൊക്കെ നബി തങ്ങളുടെ പേരും പറയണം. അങ്ങനെയാണല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇവിടെ പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടെ പറയണം. അള്ളാഹുവിൻ്റെ പേര് പറയുന്നിടത്തൊക്കെ ഇപ്പോൾ നമ്മളെവിടെ നോക്കി പള്ളികളിൽ അതുപോലെ പല ഇടങ്ങളിൽ അള്ളാഹു മുഹമ്മദ് അള്ളാഹുവിൻ്റെ തിരുനാമത്തോടൊപ്പം, ഇത് സ്വർഗത്തിലും അങ്ങനെ തന്നെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ കണ്ടതും അതേ ഉല്ലേഖനങ്ങളാണ്. അള്ളാഹുവിൻ്റെ നാമത്തോടൊപ്പം മഖറൂനായി ചേർത്ത് കാണുന്ന നാമമാണ് മുഹമ്മദുർ റസൂലുള്ള, മുഹമ്മദ് എന്ന തിരുനാമം. വഖീല ഫിൽ അദാനി വൽ ഇഖാമ, മറ്റൊരഭിപ്രായം അദാൻ ഇഖാമ, ഇതെല്ലാം അതുള്ളത് തന്നെയാണ്. അദാനിലും ഇഖാമത്തിലും, ബാങ്കിലും ഇഖാമത്തിലും, അതുപോലെ തന്നെ തഹിയ്യാത്തിൽ നമ്മൾ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞപ്പോൾ ഷഹാദ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ, മുസ്ലിമാകുന്നതിൻ്റെ, മുഅ്മിനാകുന്നതിൻ്റെ അടിസ്ഥാന അടിസ്ഥാന വചനം കലിമത്തു ഷഹാദ, അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് അംഗീകരിക്കുന്നതോടൊപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തും അംഗീകരിക്കണം എന്നുള്ളതാവുക. അപ്പോൾ ആ പുണ്യനബിയുടെ മക്കാനത്ത്, അവിടുത്തെ ഖദർ, അവിടുത്തെ മഹത്വം എത്രത്തോളം ഉയർത്തി വെച്ചു അള്ളാഹു എന്നാണ് ഈ ആയത്തുകളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത് അവിടുത്തെ മഹാത്മ്യം വിളിച്ചോതുന്ന മറ്റൊരു വിശുദ്ധ വചനമാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഈ ആയത്തിൻ്റെ ആശയം വളരെ വ്യക്തമാണ്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി, നിശ്ചയം അല്ലാഹുവും അല്ലാഹുവിൻ്റെ മലായികത്തും യുസല്ലൂന അലൻ നബി, നബിതങ്ങൾക്ക് മേൽ സ്വലാത്ത് വർഷിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നല്ലാഹ, ഇന്ന എന്നത് തീർച്ചയായും എന്ന അർത്ഥത്തിൻ്റെ തഅ്കീദ് ദ്യോതിപ്പിക്കുന്ന പ്രത്യയമാണല്ലോ. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി, ഇന്നൻ്റെ ഇസ്മാണ് അല്ലാഹ, വ മലായികതുഹു യുസല്ലൂന. ആ വ്യാകരണപ്രകാരം, വ്യാകരണം വിശദീകരിക്കല്ല, അത് ഇസ്തിമ്രാരിയത്ത്, അതിൻ്റെ നിരന്തരമായ വിഷയത്തിൻ്റെ നൈരന്തര്യം സൂചിപ്പിക്കുന്നു എന്നാ ഭാഷാപരമായിട്ട് തന്നെ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അവൻ്റെ മലായികത്തും എപ്പോഴോ ഒന്ന് സ്വലാത്തിൽ നിർത്തിയെന്നല്ല, അത് നിരന്തരമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്, നിരന്തരമായി നടക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അള്ളാഹു പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലം. അള്ളാഹുവും അവൻ്റെ മലായികത്തും നിർവഹിക്കുന്ന കാര്യമാണ്, നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ത്? പുണ്യനബിയുടെ പേരിലുള്ള സ്വലാത്തും സലാമും. അതിനപ്പുറം പിന്നെ എന്താണ് റസൂലുള്ളാഹിയുടെ മഹത്വത്തിൻ്റെ വേറൊരു തെളിവ് വേണ്ടത്? നിങ്ങൾ നിരന്തരം സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ടിരിക്കണമെന്ന് റബ്ബിൻ്റെ കൽപ്പന. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാഹു മലായികത്തും നിസ്കരിക്കുന്നുണ്ട്, നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടില്ല. നോമ്പിൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല, അള്ളാഹു അവൻ്റെ മലായികത്തും നോമ്പ് നോക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. ഹജ്ജിൻ്റെ വിഷയത്തിലോ ഉംറയുടെ വിഷയത്തിലോ സക്കാത്ത് എന്തൊക്കെ കർമ്മങ്ങളും അമലുകളും ഉണ്ടോ അവിടെയൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ലാത്ത ഒരു ശൈലിയാണ് അള്ളാഹുവും മലായികത്തും ചെയ്തുകൊണ്ടേയിരിക്കുന്നു, നിങ്ങളും ചെയ്യണമെന്ന് പറയുന്നത്. പുണ്യനബിയുടെ മഹത്വത്തിൻ്റെ മേൽ സൂചിപ്പിക്കുന്ന എത്രയെത്ര തെളിവുകളാണ്. സൂറത്ത് ആല ഇമ്രാൻ 31-ാമത്തെ ആയത്ത്, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അള്ളാഹു പറയാണ്
നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റണം, എങ്കിലേ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കൂ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. നബിയെ, അങ്ങ് പറയുക, നിങ്ങൾ അള്ളാഹുവോട് ഹുബ്ബുള്ളവരാണെങ്കിൽ, സ്നേഹമുള്ളവരാണെങ്കിൽ എന്നെ ഇത്തിബാ ചെയ്യണം. അപ്പോൾ അള്ളാഹുവോടുള്ള ഹുബ്ബ് ക്ലെയിം ചെയ്യുന്നവർ, അവകാശപ്പെടുന്നവർ, ഇത്തിബാഉൻ നബി അവർക്ക് ഒഴിവാകാൻ പറ്റൂല. അള്ളാഹിനോട് ഹുബ്ബുണ്ടോ, ഇത്തിബാഉൻ നബി നിർബന്ധമാണ്. എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്ന, ഇത്തിബാഉൻ നബിക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം, പ്രോമിസ് ചെയ്യുന്ന വാഗ്ദാനം, യുഹിബ്ബുക്കും അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പടച്ചോൻ പുറത്തു തരും. എൻ്റെ ഹബീബിനെ നിങ്ങൾ ഇത്തിബാ ചെയ്താൽ മതി. ഇതാണ്. അതുപോലെ നമുക്ക് സുപരിചിതമായ, എപ്പോഴും നിരന്തരം നമ്മുടെ ജീവിതത്തിൽ രാവിലും പകലിലും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ആയത്താണ് സൂറത്തുൽ ഫാത്തിഹയിലെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. മഹാനായ ഇമാം ഹസൻ ബസരി റഹിമഹുല്ലാ ഈ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീമിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഈ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീം ഫി ഹാദിഹിൽ ആയ ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ, ചേർക്കണേ എന്നതിനർത്ഥം. നേരായ പാത നടത്തല്ല എന്നല്ല. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ഋജുവായ ബന്ധാവ് തന്നെ അർത്ഥം. ദീന്, പരിശുദ്ധമായ ദീനിൻ്റെ യഥാർത്ഥമായ ശരീഅത്ത്, അതൊക്കെ അതിൻ്റെ വ്യാഖ്യാനങ്ങളാണ്. പക്ഷേ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു ശ്രദ്ധേയമായൊരു വ്യാഖ്യാനം നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് അസ്റാത്തുൽ മുസ്തഖീം എന്ന. വഖിയാറു അഹ്ലി ബൈത്ത്, നബി തങ്ങൾ മാത്രമല്ല, വഖിയാറു അഹ്ലി ബൈത്തിഹി വഅസ്ഹാബി, അവിടുത്തെ അഹ്ലു ബൈത്തും അവിടുത്തെ അസ്ഹാബും ആ സച്ചരിതരും. വഖാല നഹ്വ ദാലിക്കൽ മാവർദി, ഇമാം മാവർദി തങ്ങളും ഇതുപോലെ അഭിപ്രായം പറഞ്ഞതായി അല്ലാമ ഖാദി അയ്യാൽ തങ്ങൾ പറയാം. സൂറത്തു ആറാഫിലെ 187-ാമത്തെ ആയത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ച് അള്ളാഹു തആല പറയാണ്. ഇന്നും ഇന്നലെയും മാത്രമല്ല, മുൻകാലങ്ങളിൽ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് തൗറാത്ത്, ഇഞ്ചീൽ വേദഗ്രന്ഥങ്ങൾ ഇറക്കപ്പെട്ട കൗമുകളോട്, സമുദായങ്ങളോട് പോലും അള്ളാഹു ഈ പുണ്യ ഹബീബിനെ കുറിച്ച്, പുണ്യ നബിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആയത്ത്. അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മി ഇലാ ആഖിരിൽ ആയ. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. സൂറത്തുൽ ആറാഫിലെ 187-ാമത്തെ ആയത്താണ് നിങ്ങൾ കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്യുന്നവരെ കുറിച്ച് പറഞ്ഞ് അല്ലാഹു തആല പറയാണ് നബി തങ്ങളുടെ വിശേഷണം. മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും, അവരുടെ അടുക്കലുള്ള തൗറാത്തിലും ഇൻജീലിലും പുണ്യനബിയെക്കുറിച്ചുള്ള വ്യക്തമായ പരാമർശങ്ങളുണ്ട്. എന്നിട്ട് പുണ്യനബിയുടെ നിയോഗം പറയാം, അവിടുത്തെ ദൗത്യം പറയാം, അവിടുത്തെ മിഷൻ പറയാം. യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കുന്ന, തിന്മയിൽ നിന്ന് വിരോധിക്കുന്ന. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാതി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, അവർക്ക് വേണ്ട നന്മകളൊക്കെ, നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് അനുവദനീയമാക്കുകയും ചീത്ത കാര്യങ്ങളൊക്കെ, തിന്മകളൊക്കെ വിലക്കുകയും ഒക്കെ ചെയ്യുന്ന. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാതി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് വയളഉ അൻഹും ഇസ്റഹും വല്ലഗലാൽ അല്ലതി കാനത് അലൈഹിം, എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കുന്ന, എല്ലാ പാരതന്ത്ര്യത്തിൻ്റെ കൂച്ചുവിലങ്ങുകളും പാരതന്ത്ര്യത്തിൻ്റെ ചങ്ങലകളും തകർക്കുന്ന എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, എല്ലാ അർത്ഥത്തിലുമുള്ള മനുഷ്യ മക്കൾക്ക് മർത്യകുലത്തിന് സ്വാതന്ത്ര്യം സമ്മാനിക്കുന്നവർ. വയളഉ അൻഹും ഇസ്റഹും, ഭാരങ്ങൾ ഇറക്കി വെക്കുന്നവർ. വല്ലഗലാൽ അല്ലതി കാനത് അലൈഹിം, അവരുടെ മേലിലുള്ള വിലങ്ങുകളെ അത് ഇറക്കി വെക്കുന്നവർ എന്നൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ച് പറയാണ്. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറു, ആ പുണ്യനബിയെ വിശ്വസിച്ചവർ, അവരെ സഹായിച്ചവർ, അവരെ ശാക്തീകരിച്ചവർ.
വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹ്, അവർക്കൊപ്പം ഇറക്കപ്പെട്ട പ്രകാശത്തെ പിന്തുടരുന്നവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. സൂറത്തുൽ ബഖറ 143 ആയത്തിൽ ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ഉമ്മത്തിൻ്റെയും സവിശേഷതകൾ പറയാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ, وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. അള്ളാഹു ഈ ഉമ്മത്തിനോട് പറയാ, ഖുർആൻ്റെ ഉമ്മത്തിനോട്, പുണ്യനബിയുടെ ഉമ്മത്തിനോട്, നമ്മളെന്ന ഈ ഉമ്മത്തിനോട് അള്ളാഹു പറയാ, നിങ്ങളെ ഉമ്മത്തും വസതാക്കി അള്ളാഹു വെച്ചു. നിങ്ങളുടെ ദൗത്യം എന്താണ്? ശുഹദാ അലന്നാസ്, ഇതര സമൂഹങ്ങൾക്ക്, ഇതര ജനവിഭാഗങ്ങൾക്ക്, ഉമ്മത്തികൾക്ക് ഒക്കെ വേണ്ടിയുള്ള സാക്ഷികളാണ് നിങ്ങൾ. വയകൂന റസൂലു അലൈക്കും ഷഹീദ, എന്നിട്ട് പുണ്യനബി നിങ്ങൾക്കും സാക്ഷിയാണ്. ആയത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഒരുപാട് ദീർഘമാണ്, വിശദീകരണങ്ങളിലേക്ക് പോകുകയല്ല. സൂറത്തുൽ ബഖറയിൽ 143 ആയത്തിൽ ഏതാണ്ട് ഇതേ ആശയം തന്നെ സൂറത്തുൽ ഹജ്ജിലെ 78 ആയത്തിലും അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് യൂനുസിലെ 2 ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നത് അന്നലഹും വബശ്ശിരിൽ ലദീന ആമനു അന്നലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം. وبشر الذين آمنوا وعملوا الصالحات أن لهم قدم صدق عند ربهم. സൂറത്ത് യൂനുസിലെ 2 ആയത്താണ് നിങ്ങൾ കേട്ടത്. ഈ ഖദമ സിദ്ഖിൻ എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഖതാദ, ഇമാം ഹസൻ ബസരി, ഇമാം സെയ്ദ് ബിൻ അസ്ലം തുടങ്ങിയുള്ള താബഈങ്ങളും ആ ശ്രേണിയിൽപ്പെട്ടവരുമായ ഉലമാക്കൾ കൊടുത്ത വ്യാഖ്യാനമല്ല മഖാദ് ഇയാൾ തങ്ങൾ പറയാം, ഖദമ സിദ്ഖിൻ അൽ മുറാദു ബിഹി ഹുവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യശ്ഫഉ ലഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഫീആയി, ശുപാർശകരായിട്ട് അവിടുത്തെ ഷഫാഅത്ത് ഉണ്ട് എന്നതാണ് അള്ളാഹു നൽകുന്ന സന്തോഷ വാർത്ത. വഖദ് ബശ്ശിർ, അള്ളാഹുവിൻ്റെ ഹബീബ് നിങ്ങൾക്ക് ശുപാർശ ചെയ്യും, നിങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യും എന്നത് സന്തോഷ വാർത്തയായിട്ട് അള്ളാഹു തആല പറയാം. അതുപോലെ തന്നെ സൂറത്തു തൗബ 43 ആയത്ത് ശ്രദ്ധേയമാണ്. പുണ്യനബിയുടെ മഹത്വം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു ദർപ്പണമായിട്ട് ഈ ആയത്ത്. അഫല്ലാഹു അൻക്, അഫല്ലാഹു അൻക് ലിമ അദിൻത ലഹും ഹത്താ യതബയ്യന ലകല്ലദീന സദഖൂ വതഅലമൽ കാദിബീൻ. ഈ സൂറത്ത് തൗബയിലെ 43 ഈ ആയത്ത്, നിങ്ങളിപ്പോൾ കേട്ട ഈ ആയത്ത്, അതിൽ അള്ളാഹു തആല പറയുന്ന ശൈലി നോക്കൂ നിങ്ങൾ. അഫല്ലാഹു അൻക, നബിതങ്ങളെ അങ്ങക്ക് അള്ളാഹു അഫു നൽകട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ശരിക്കും നബിതങ്ങളോട് കാര്യം ചോദിക്കാൻ വേണ്ടി ലിമ അദിൻത ലഹും, നബിതങ്ങൾ നിങ്ങൾ എന്തിനാണ് അവർക്ക് സമ്മതം കൊടുത്തത് എന്ന് അള്ളാഹു ചോദിക്കേണ്ടത്. പക്ഷേ ആ ചോദ്യം നബിതങ്ങളുടെ ഹൃദയത്തിന് ഒരു വേദനപ്പെടുത്തുമോ എന്നതുകൊണ്ട് ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു പറയാണ് അഫല്ലാഹു അൻക. പ്രശ്നമല്ല, അള്ളാഹു നിങ്ങൾക്ക് അഫു നൽകിയിട്ടുണ്ട്, അള്ളാഹ് വിട്ടിട്ടുണ്ട്, വിഷയമല്ല. എന്തിനാണ് നബി ഞങ്ങൾ സമ്മതം കൊടുത്തത്? അപ്പോൾ അള്ളാഹുവിൻ്റെ അഫവ്, അള്ളാഹുവിൻ്റെ റിള, അള്ളാഹിൻ്റെ പൊരുത്തം അത് ആദ്യം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു തആല ചോദ്യം പോലും ചോദിക്കുന്നത്. അഫല്ലാഹു അൻക പറയാതെ ലിമ അദിൻത ലഹു, നിങ്ങൾ എന്തിനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം അവിടുത്തെ ഹൃദയത്തിന് ഒരു ഹാർട്ടാവോ, ഒരു എന്താ പറയുക, ഒരു ഹാർട്ടിംഗ് ആണോ, വേദനപ്പെടുത്തുമോ, വ്രണപ്പെടുത്തുമോ? അള്ളാഹു തആല അതുപോലും ഒഴിവാക്കിയിട്ട് ആദ്യം അഫല്ലാഹു അൻക് എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് അൽ അഫു ഖബല അൽ ഇതാബ് മഹാന്മാർ അതിനെപ്പറ്റി പറയുന്നത്. ആദ്യം അഫുവിൻ്റെ സന്തോഷ വാർത്ത അത് പറഞ്ഞിട്ടാണ് പിന്നെ ലിമ അദിൻത ലഹും, നിങ്ങൾ എന്തിനെ സമ്മതം കൊടുത്തതെന്ന് ചോദ്യം പോലും. സൂറത്തുൽ അൻആം 33 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അങ്ങയുടെ സങ്കടം പോലും, അങ്ങക്കുണ്ടാക്കുന്ന വേദന പോലും, അങ്ങയെക്കുറിച്ച് അവർ പറയുന്നത് അത് അങ്ങക്ക് വേദനപ്പെടുത്തുന്നുണ്ട്, ദുഃഖമുണ്ടാക്കുന്നുണ്ട്, അള്ളാഹു മനസ്സിലാകുന്നുണ്ട്, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. قد نعلم إنه ليحزنك الذي يقولون قد نعلم إنه ليحزنك الذي يقولون فإنهم لا يكذبونك ولكن الظالمين بآيات الله يجحدون. സൂറത്തുൽ അൻആമിലെ 33 ആയത്താണ് നിങ്ങളിപ്പോൾ ഓതി കേട്ടത്. അതിൽ അല്ലാഹു തആല പറയാണ്, നബിയെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്
ഇന്നഹൂല യഹ്സുനുക, അങ്ങയെ വേദനിപ്പിക്കുന്നുണ്ട്, അങ്ങയെ സങ്കടപ്പെടുത്തുന്നുണ്ട്, ദുഃഖിപ്പിക്കുന്നുണ്ട് കാര്യം എന്ത്? അല്ലദീ യഖൂലൂൻ, അവർ പറയുന്ന കാര്യം. അവരങ്ങയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങക്ക് വേദന ഉണ്ട്, സങ്കടമുണ്ട്, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിഷമിക്കണ്ട. ഫൈന്നഹും ലാ യുകദ്ദിബൂനക, അവർ നിങ്ങളല്ല കളവാക്കുന്നത്, നിങ്ങളെന്നൊരു കളവാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്കിടയിൽ സാദിഖും മസ്ദൂഖുമായി ജീവിച്ചു, അല്ലമീനായിട്ട് ജീവിച്ചു, സത്യസന്ധരായി ജീവിച്ചു. അവിടെ നിന്ന് നുബുവത്തിൻ്റെ സന്ദേശം പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞ് നിങ്ങൾ പറയുന്ന കള്ളത്തരാണ്, ഞങ്ങൾ വിശ്വസിക്കൂല. അപ്പോൾ നബി തങ്ങൾക്ക് വിഷമമുണ്ടാവും. ഇത്രയും കാലം ഞാൻ അവർക്കിടയിൽ ജീവിച്ചു പോകുന്നിട്ടൊരു കുഴപ്പവും ഞാൻ പറഞ്ഞിട്ടില്ല, എന്നെക്കുറിച്ചൊരു കുഴപ്പം അവർക്ക് പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഈ ഹക്കിൻ്റെ ദഅവത്ത് നടത്തുമ്പോൾ അവർ എന്നെപ്പറ്റി കള്ളനെന്ന് പറയാനുള്ള കാരണം എന്താ? തങ്ങൾക്ക് വിഷമമുണ്ടാകും. അത് അള്ളാഹു ഏറ്റെടുക്കുക വിഷമം. അള്ളാഹു പറയും, നബിയെ അങ്ങക്ക് വിഷമമുണ്ടാകും, അങ്ങയെ വേദനിപ്പിക്കും ഒരു പക്ഷേ അവർ വർത്താനം. പക്ഷേ അവർ നിങ്ങളല്ല കളവാക്കണം, നിങ്ങൾ വിഷമിക്കേണ്ട, അവർ കളവാക്കുന്നത് ഇന്നയാണ്. അങ്ങനെ നമ്മൾ പറയുമല്ലോ, നിങ്ങളെ കളവാക്കണം, നിങ്ങൾ ആലോചിക്കേണ്ട, വിഷമിക്കേണ്ട. അവർക്ക് അള്ളാഹുവിൻ്റെ ആയാത്തുകളെക്കുറിച്ച്, ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അവർ നിഷേധിക്കുകയാണ് ചെയ്യേണ്ടത്. അവർ വെറുതെ പറയാന്നുള്ളൂ, അങ്ങയെ കളവാക്കുക എന്ന് വെറുതെ പറയാം, നിങ്ങൾ വിഷമിക്കേണ്ട. അങ്ങയെയല്ല അവർ കളവാക്കുന്നത്. വലാകിന്ന ളാലിമീന ബി ആയാത്തില്ലാഹി യജ്ഹദൂൻ, അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നത് കൊണ്ടാണ്, അല്ലാതെ അങ്ങയെ കളവാക്കുകയല്ല, അങ്ങക്ക് ആ വേദന വേണ്ട എന്ന് അള്ളാഹു പറയാം. സൂറത്തുൽ അൻആമിലെ 33-ാമത്തെ ആയത്തിൽ. സൂറത്തുൽ അൻആമിലെ 34-ാമത്തെ ആയത്ത് തുടർന്നുള്ള ആയത്തിലും അള്ളാഹു അതേ ആശയം പറയാം. നിങ്ങൾ വിഷമിക്കേണ്ട. വലഖദ് കുദ്ദിബത് റുസുലും മിൻ ഖബലിക, നിങ്ങൾ വിഷമിക്കേണ്ട നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ മുമ്പ് ഞാൻ നിയോഗിച്ച ദൂതരും ഇതുപോലെ കളവാക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ ഒരു സാന്ത്വനം, ഒരു സമാധാനപ്പെടുത്തലാണ് ഈ ആയത്തുകളിലൊക്കെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമായ കാലം ഇയാൾ തങ്ങൾ പറയാണ്, അല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ഖസായിസിൽ ശ്രദ്ധേയമായൊരു കാര്യം, മറ്റു അമ്പിയാക്കന്മാരെയൊക്കെ പലരെയും അല്ലാഹു തആല വിളിച്ച് പേരെടുത്ത് വിളിച്ചത് ഖുർആനിൽ കാണുന്നുണ്ട്. യാ ആദം, യാ ഇബ്രാഹിം, യാ മൂസ, യാ ദാവൂദ്, യാ ഈസ, യാ സക്കരിയ, യാ യഹ്യ. യാ എന്ന് പറഞ്ഞാൽ ഓ എന്ന് വിളിക്കുന്ന ആ ഒരു കലിമത്തുൻ നിദാ, അദാത്തുൻ നിദാ. ആ പ്രവാചകന്മാരെയൊക്കെ ഞാൻ നേരെ ഈ പറഞ്ഞ അമ്പിയാക്കന്മാരെയൊക്കെ പേരെടുത്തുകൊണ്ട് അല്ലാഹു വിളിക്കുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരെടുത്തുകൊണ്ടുള്ള ഒരു വിളി, ഒരു അഭിസംബോധന നമുക്ക് കാണാൻ കഴിയുമല്ലോ ഖുർആനിൽ. റസൂലുള്ളാഹിന്റെ പേര് പറയുന്നില്ല എന്നല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. മുഹമ്മദ് എന്ന പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ യാ മുഹമ്മദ് എന്ന ഒരു ശൈലിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ നാമത്തിൻ്റെ പിറകെ യാ ചേർത്തുകൊണ്ട് നേർക്കുനേർ പേരെടുത്ത് വിളിക്കുന്ന ഒരു ശൈലിയില്ല. പിന്നെ എന്താ ഉള്ളത്? റസൂലുള്ളാഹിന്റെ പല വിശേഷണങ്ങളാണ്. യാ അയ്യുഹൻ നബിയു, ഓ നബിയെ. യാ അയ്യുഹൽ മുസമ്മിലു, യാ അയ്യുഹൽ മുദ്ദസ്സിറു. ഇങ്ങനെ മുസമ്മിൽ, മുദ്ദസ്സിർ, നബിയ് തുടങ്ങിയുള്ള പല മുനാസബകളിൽ, പല സാഹചര്യങ്ങളിലുള്ള അവിടുത്തെ വിശേഷണങ്ങളെ മുൻനിർത്തി ആ വിശേഷണങ്ങളിലേക്ക് ചേർത്തുള്ള ഒരു വിളിയായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത് മറ്റമ്പിയാക്കളിൽ നിന്ന്, മറ്റു മുർസലീങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വളരെ വ്യതിരിക്തമായ ആ ഡിസ്റ്റിങ്ക്റ്റായ ആ പൊസിഷൻ, മഹത്വം കാണിക്കുന്നതാണ് എന്നാണ് അല്ലാമ ഖാദി ഇയാദ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് സൂറത്തുൽ ഹിജ്റിലെ 72-ാമത്തെ ആയത്ത് നോക്കാം. അഖ്സമല്ലാഹു ബി ഹയാത്തി, നബി തങ്ങളുടെ ഹയാത്ത് കൊണ്ട് അല്ലാഹു തആല നബി തങ്ങളുടെ ജീവിതം വെച്ച് സത്യം ചെയ്യുക. ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. അല്ലാഹു ഒരു കാര്യം പറയാൻ വേണ്ടി ഒരു സത്യം ശപഥം ചെയ്തുകൊണ്ട് പറയാം. ആ കാര്യം ഉറപ്പായ ഒരു കാര്യം പറയാൻ വേണ്ടി സത്യം ചെയ്യുമല്ലോ. നമ്മൾ വല്ലാഹിയൊക്കെ പറയുന്നത് പോലെ അല്ലാഹു തആല നമ്മളൊരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ സത്യം ചെയ്യും. വല്ലാഹി, ഞാൻ ആ പറയുന്നത് സത്യം തന്നെയാണെന്നുള്ളത് ദൃഢപ്പെടുത്താൻ വേണ്ടി അല്ലാഹു തആല ഒരു കാര്യം ദൃഢപ്പെടുത്താൻ വേണ്ടി, ഒരു നിസ്സംശയം ഒരു കാര്യം, അതിൻ്റെ കാര്യം ബോധ്യപ്പെടാൻ വേണ്ടി പറയുന്ന സത്യം എന്താ? ലഅംറുക നബിയെ, അങ്ങയുടെ ജീവിതമാണ് സത്യം. ലഅംറുക ഐ മുദ്ദത്തി ഹയാത്തിക്, അങ്ങയുടെ ജീവിത കാലഘട്ടമാണ് സത്യം. ഇത്തഫഖ അഹ്ലു തഫ്സീർ, അല്ലാമ ഖാദി ഇയാദ് തങ്ങൾ കിതാബ് ഷിഫായിൽ പറയാം, ഇത്തഫഖ അഹ്ലു തഫ്സീർ ബിഹാദാ അന്നഹു ഖസമുൻ മിനല്ലാഹി ജല്ല ജലാലുഹു ബിമുദ്ദത്തി ഹയാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ജീവിതമാണ് സത്യം എന്ന് അല്ലാഹു പറയാം. വമഅനാഹു വബഖാഇക യാ റസൂലല്ലാഹ് വഅയിഷിക യാ റസൂലല്ലാഹ് വഹയാതിക യാ റസൂലല്ലാഹ് എന്ന് നബി തങ്ങളുടെ ജീവിതം സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയാണ്. മഹാനായ അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മഹൽ വചനം കൂടി ഖാദി ഇയാദ് തങ്ങൾ അവിടെ ഉദ്ധരിക്കുന്നുണ്ട് റഹിമഹുല്ലാഹ്. മാ ഖലഖല്ലാഹു തആല വമാ ബറഅ നഫ്സൻ അക്രമ അലൈഹി മിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ സമിഅതുല്ലാഹ അഖ്സമ ബിഹയാതി അഹദിൻ ഗൈരി. അല്ലാഹു തആല നബി തങ്ങളെക്കാൾ അല്ലാഹുക്ക് പ്രിയപ്പെട്ടവരായി, അല്ലാഹുക്ക് പ്രിയപ്പെട്ടവരായി വേറെ ഒന്നിനും പടച്ചോ ഇതുവരെ പടച്ചിട്ടേയില്ല. ഞാൻ അല്ലാഹു തആലാനെ കേട്ടിട്ടില്ല. അഖ്സമ ബിഹയാതി അഹദിൻ ഗൈരി, ഒരാളുടെ ജീവിതം വെച്ച്, നബി തങ്ങളുടെ ജീവിതമല്ലാതെ വേറെ ഒരാളുടെ ജീവിതം ശപഥമായി ജീവിതം വെച്ച് സത്യം ചെയ്ത് കേട്ടിട്ടില്ല എന്ന് റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാ പറയാം.
ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമായ ഒരു ചരിത്ര സംഭവം കൂടെ മഹാനായ ഖാദിയാൽ തങ്ങൾ പറയാം. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജിൻ്റെ ആ യാത്രയിലുണ്ടായ ഒരു അനുഭവമാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തിയ ബിൽ ബുറാഖ്, ബുറാഖിനെ കൊണ്ടുവന്ന് നിർത്തി യാത്രക്കൊരുക്കാനുള്ള ലൈലത ഉസ്രിയ ബിഹി മുൽജമൻ മുസ്രജ, അതിൻ്റെ കടിഞ്ഞാണൊക്കെ ഇട്ട് അതിൻ്റെ സിർജൊക്കെ ഒട്ടകത്തിൻ്റെ പുറത്തുള്ള ജീനൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി നിൽക്കുമ്പോൾ ഫസ്തസ്സബ അലൈഹി, ഈ ബുറാഖ് എന്ന അത്ഭുത മൃഗം, നമ്മൾ വർണ്ണിക്കല്ല വിശദീകരിക്കല്ല, ബുറാഖ് എന്ന അത്ഭുത മൃഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിന് വ്യാഖ്യാനം പറയാം, അതിനൊരു പ്രത്യേകം ഒരു വല്ലാത്തൊരു അഭിമാനം കൊണ്ടോ മറ്റോ അതിന് ഒരു നമ്മൾ പറയല്ലോ ഒരു അനുസരണക്കേട് കാണിക്കുന്നത് പോലെ, അനുസരണക്കേടല്ല ഫസ്തസ്അബ, അത് വഴങ്ങിക്കൊടുക്കാത്ത മാതിരി അതിന് ഒരു തരം ഇളക്കമൊക്കെ, അത് സഹുവായി അതിനുള്ള സന്തോഷം കൊണ്ട് എന്നൊക്കെ അതിന് കാരണം പറയുന്നത്. ഏതായാലും അതൊന്ന് കിടന്നിട്ട് അതിനൊരു ഇളക്കം, പൂർണ്ണമായി ആ വിധേയപ്പെടുന്നതിന് മുമ്പ് അതിനൊരു ഇളക്കം കണ്ടപ്പോൾ ജിബ്രീൽ പറയാണ്, ഫഖാല ലഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ബുറാഖിനോട് പറയാണ്, നിങ്ങൾ മനസ്സിലായോ അബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്അലു ഹാദാ, ഓ ബുറാഖേ നിങ്ങൾ ആരാണ് ഇവിടെ കയറാൻ വന്നിരിക്കുന്നതെന്ന് അറിയോ, ഇവരോടാണോ നിങ്ങൾ ചെയ്യുന്നത്? ഫമാ റഹിബക അഹദുൻ അക്റമു അലല്ലാഹി മിൻഹു, ഈ വന്ന് കയറാനിരിക്കുന്നവനേക്കാൾ അക്രമായി അള്ളാഹു തആലാക്ക് വേണ്ടപ്പെട്ടവരായി, ബഹുമാന്യതയുള്ളവരായി, അള്ളാഹു ആദരിച്ചവരായി, അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ടവരായി ഇതുവരെ ആരും കയറിയിട്ടില്ല. അക്റമു അലല്ലാഹി മിൻഹു ഖാല ഫർതദ്ദ അറഖാ. അനസ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, ആ വാചകം, ആ വാക്യം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ വാക്യം കേട്ടപ്പോൾ ഫർത്തല്ല അറക്ക, അത് വിയർപ്പിൽ ഇങ്ങോട്ട് കുളിച്ചുപോയി. ഇർത്തല്ലായി ജറ അവസാൻ, അത് വിയർത്തൊലിച്ചു പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്വം അതിനെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഉള്ള ഒരു കാരണം കൂടിയാണത്. ഖാദിയാൽ തങ്ങൾ അദ്ദേഹത്തിൻ്റെ കിതാബ് ഷിഫായിൽ എടുത്തു പറയാം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാത്മ്യങ്ങൾ എടുത്തു പറയുന്ന ആയത്തുകൾ പരിശോധിക്കുമ്പോൾ ആ പട്ടിക നീളുകയാണ്.